നമസ്കാരം. ഓരോ ദിവസവും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി ഭക്തരാണ് മഹാകുംഭമേളയിൽ എത്തുന്നത്. ഇതുവരെ 38.97 കോടി പേരാണ് സ്നാനം നടത്തിയിട്ടുള്ളത്. ഇന്നലെ മാത്രം 67.68 ലക്ഷം പേർ സ്നാനം നടത്തിയതും UP സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഒരു രാജ്യത്തിലെ ജനസംഖ്യയുടെ ചുരുങ്ങിയത് 1/3 ഉള്ള ആളുകളെങ്കിലും പവിത്രമായ ത്രിവേണി സ്നാനത്തിന് എത്തുന്നു എന്നുള്ളതാണ് അത്ഭുതകരം. കൂടാതെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു ഭക്തർ പ്രയാഗ്രാജിൽ എത്തി എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്നുള്ള 68 ഹിന്ദു ഭക്തരുടെ സംഘമാണ് കഴിഞ്ഞ ദിവസം പുണ്യനഗരിയിൽ എത്തിയത്. ത്രിവേണി സംഗമത്തിലെ സംഘം ഘട്ടിലെത്തിയ ഭക്തർ തങ്ങളുടെ പൂർവികരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പുണ്യസ്നാനം ചെയ്തു. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥലമായാണ് ത്രിവേണി സംഗമം വിശ്വസിക്കപ്പെടുന്നത്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഭക്തരുടെ സംഘം ആദ്യം ഹരിദ്വാർ സന്ദർശിച്ചതായും അവിടെ 480 പൂർവികരുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തുവെന്നും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന മഹന്ത് രാംനാഥ് പറഞ്ഞു. കൃത്യമായ വ്രതവും ആചാരങ്ങളും അനുഷ്ഠിച്ചാണ് പവിത്രമായ കുംഭമേളയ്ക്ക് എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 2-3 മാസങ്ങളായി മഹാകുംഭമേളയെ കുറിച്ച് കേട്ടതു മുതൽ സന്ദർശിക്കാനുള്ള അതിയായ ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് സിന്ധ് നിവാസിയായ ഗോവിന്ദ് റാം മജീജ പറഞ്ഞു. ആദ്യമായി എന്റെ മതത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും കുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിക്കാനും കഴിഞ്ഞു. ഇത് അതിശക്തികരമായ അനുഭവമാണ്. പാകിസ്ഥാനിൽ നിന്നെത്തിയ 11ാം ക്ലാസ് വിദ്യാർത്ഥിനി സുവർപ്പി പറഞ്ഞ വാക്കുകളാണിത്. കഴിഞ്ഞ ഏപ്രിൽ പാകിസ്ഥാനിൽ നിന്നുള്ള 250 ഹിന്ദുക്കൾ പ്രയാഗ്രാജിലെത്തി ഗംഗയിൽ സ്നാനം ചെയ്തിരുന്നു. ഇത്തവണ സിന്ധ് ജില്ലയിലെ 6 ജില്ലകളിൽ നിന്നായി 68 പേരാണ് വന്നത്. ഇതിൽ 50 പേർ ആദ്യമായി കുംഭമേളയ്ക്ക് എത്തിയവരാണ്. അതേസമയം കുംഭമേളയെ കുറിച്ച് ഐതിഹ്യങ്ങൾ പലതാണ്. കുംഭം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം കുടം അല്ലെങ്കിൽ പാത്രം എന്നാണ്. എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ദേവാസുരന്മാർ അമരത്വം നേടാൻ മോഹവുമായി ഒത്തുചേർന്നു. മരണത്തെ ജയിക്കാനുള്ള അമൃതം തേടുന്നതിനായി പാലാഴി കടഞ്ഞു. ഒടുവിൽ ലഭിച്ച അമൃത കുംഭം കൈക്കലാക്കാനായി തർക്കമായി. ഇതിനിടെ അമൃത് അസുരന്മാർക്ക് ലഭിക്കാതിരിക്കാൻ ഇന്ദ്രന്റെ മകൻ ജയന്ത് അത് ഉണ്ടായിരുന്ന കലവുമായി ഓടിയെന്നാണ് ഒരു കഥ. ഇതോടെ സൂര്യനും അവന്റെ മകൻ ശനിയും ബൃഹസ്പതിയും ചന്ദ്രനും ജയന്തന്റെയും പിന്നാലെ ഓടി. ജയന്ത് 12 ദിവസം ഓടിയെന്നും അപ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജീൻ, നാസിക്, ത്രംബകംസീർ എന്നീ 4 സ്ഥലങ്ങളിൽ അമൃത് ഒഴുകിയെന്നുമാണ് വിശ്വാസം. ദേവന്മാരുടെ ഒരു ദിവസം എന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ്. അങ്ങനെ സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവയുടെ ആപേക്ഷിക സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ 12 വർഷത്തിലും ഈ സ്ഥലങ്ങളിൽ കുംഭമേള ആഘോഷിക്കുന്നുവെന്നാണ് ഒരു ഐതിഹ്യം. വെബ് ഡെസ്ക് തത്തുമൈ TV.